ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായ നികുതി ഇളവുമായി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ആദായ നികുതി ഇളവും ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കുറവും അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. അതുല്യ രാമചന്ദ്രൻ ഈ ബജറ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നു. ഏതൊക്കെ തരത്തിലാണ് നമ്മൾക്ക് ഈ ബജറ്റിനെ കാണാൻ കഴിയുക? ഒന്നാമത്തേത് ആദായ നികുതി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബനേഷ്, മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആദായ നികുതിയിലെ ഇളവുകളായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കാനുള്ള പരിധി എന്ന് പറയുന്നത് 7 ലക്ഷം വാർഷിക വരുമാനം എന്നതിൽ നിന്ന് 12 ലക്ഷം വാർഷിക വരുമാനം എന്നതാക്കി ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ 7 ലക്ഷം വരെ, ഒരു വർഷം 7 ലക്ഷം വരെ സമ്പാദിക്കുന്ന ആളുകൾ, അതിന് മുകളിലുള്ളവർ നികുതി അടയ്ക്കേണ്ടിയിരുന്നുവെങ്കിൽ ഇനി അത് 12 ലക്ഷത്തിന് മുകളിലുള്ളവർ മാത്രം നികുതി അടച്ചാൽ മതി. അത് തന്നെ 12 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് തന്നെ ഇത്ര ശതമാനം ആയി അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 15% ആണ് നികുതിയായി അടയ്ക്കേണ്ടത്. 16 മുതൽ 20 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 20% നികുതി അടയ്ക്കണം. അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 20% നികുതി അടയ്ക്കണം. അതുപോലെ 20 മുതൽ 25 ലക്ഷം വരെ വരുമാനമുള്ളവർ 25% നികുതിയായി അടയ്ക്കണം. 25 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ ലഭിക്കുന്നവർ 30%, അവർക്ക് ലഭിക്കുന്ന എത്രയാണോ അവരുടെ വാർഷിക വരുമാനം അതിൻ്റെ 30% നികുതിയായി തിരിച്ചടയ്ക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആദായ നികുതി ഇളവ് കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും എന്നൊരു പ്രഖ്യാപനം കൂടി ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ വരുത്തുന്നൊരു കാലതാമസം, അതിൽ കർശനമായ ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നും ബജറ്റിൽ ധനമന്ത്രി പറയുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. ഇത് നികുതിദായരുടെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നികുതി അടയ്ക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ കൺവീനിയൻസ് കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കൂടി ഇത്തവണത്തെ ബജറ്റിൽ പദ്ധതിയിടുന്നുണ്ട്. ഇത് സംബന്ധിച്ച പുതിയ ബില്ല്, ഈ നികുതി വ്യവസ്ഥയിലെ മാറ്റത്തെ പ്രകടമാക്കുന്ന ഈ ബില്ല് എന്തായാലും സഭയിൽ അടുത്ത ആഴ്ച ആദായ നികുതി ബില്ല് അവതരിപ്പിക്കും. നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ, ആദായ നികുതി തിരിച്ചടവുകൾ സമർപ്പിക്കുന്നതിനുള്ള പരിധി 4 വർഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു ആദായ നികുതിയിൽ ഇതിന് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് താരതമ്യേന ഒരു മികച്ച പ്രഖ്യാപനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുൻപായി നികുതി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സർക്കാരുകൾ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു നടപടി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മുൻ വർഷങ്ങളിലെ ബജറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ വലിയൊരു ഭൂരിഭാഗം വരവും ജനസംഖ്യയിലെ ഭൂരിഭാഗവും മധ്യവർഗ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ആദായ നികുതി അതിൻ്റെ ഒരു പരിധി ഉയർത്തിയതും അതുപോലെ തന്നെ നികുതി തിരിച്ചടയ്ക്കുന്നതിനുള്ള കാലാവധിയിലും ശിക്ഷാ നടപടിയിലും അടക്കമുള്ളതിൽ ലഘൂകരണങ്ങൾ കൊണ്ടുവന്നതും ഒരു വലിയ ആശ്വാസം തന്നെയാണ് എന്ന് പറയാം. അതെ, ആ ആശ്വാസകരമായ വാർത്ത എന്താണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കണ്ടിട്ട് അതുല്യയിലേക്ക് വരാം. കേന്ദ്ര ബജറ്റിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. 12 ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്ക് അതുവഴി 80,000 രൂപ വരെ ലഭിക്കാം. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ചയാണ് പാർലമെന്റ് അവതരിപ്പിക്കുക. ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടി ഉണ്ടാകില്ല എന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. To taxpayers up to 12 lakh of income other than special rate income such as capital gains, tax rebate is being provided in addition to the benefit due to slab rate reduction in such a manner that there is no tax payable by them. മധ്യവർഗത്തെ ചേർത്ത് പിടിച്ച് അപ്രതീക്ഷിതമായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ ഇനി നികുതി അടയ്ക്കേണ്ട. പുതിയ നികുതി സ്കീം തെരഞ്ഞെടുക്കുന്നവർക്കാണ് ഇതിന്റെ പ്രയോജനം ഏറ്റവും അധികം ലഭിക്കുക. ധനമന്ത്രിയുടെ പ്രഖ്യാപനം കയ്യടികളോടെയാണ് ഭരണപക്ഷം വരവേറ്റത്. Which is 100% of tax payable as per the existing rates. A person with an income of 25 lakh gets a benefit of 1,10,000 rupees, that is 25% of his tax payable as per existing rates.
മുതിർന്ന പൗരന്മാർക്ക് 1 ലക്ഷം വരെ നികുതി ഇളവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TDS-ഉം TCS-ഉം ഫയൽ ചെയ്യാനുള്ള കാലാവധി 4 വർഷമായി ഉയർത്തിയതിനൊപ്പം ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നുമില്ലാതെയാണ് 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി കൂട്ടാൻ നടപടികൾ എടുക്കുമെന്നും ആണവോർജ്ജ മേഖലയ്ക്കും നിർമ്മിത ബുദ്ധിക്കും പ്രത്യേക പരിഗണന നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. അതുല്യ രാമേന്ദ്രൻ, ഈ ഒരു ബജറ്റിൽ പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളും വാഗ്ദാനങ്ങളുമായിട്ടുള്ള AI, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, വൈദ്യുത വാഹനങ്ങൾ എന്നിവയെ സംബന്ധിച്ചിട്ട് പ്രതീക്ഷാകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? ബനേഷ്, ഇത്തവണത്തെ ബജറ്റിൽ സാധാരണയായി കാത്തിരിക്കുന്ന ഒന്നായിരുന്നു ഏതിലെല്ലാമാണ് വില കൂടുക, ഏതിലെല്ലാമാണ് വില കുറയുക എന്നുള്ളത്. അതിൽ ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭാഗങ്ങൾ, അവയുടെ അസംസ്കൃത വസ്തുക്കൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ മുതലായവയ്ക്കെല്ലാം തന്നെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയും അതുവഴി അവയുടെ വില കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയറ്റുമതി കൂട്ടുക എന്നുള്ള ഒരു, എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിഗണന നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങളും മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നിർമ്മിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ചാർജറുകൾ എന്നിവയ്ക്ക് വലിയ ഒരു കസ്റ്റംസ് തീരുവ നിരക്ക് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LED LCD ഡിസ്പ്ലേ ഉള്ള ടിവികൾ, ഈ LED LCD ഡിസ്പ്ലേ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹന ഭാഗങ്ങളും നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ അതിനാവശ്യമായ റോ മെറ്റീരിയൽസ്, ഇവയ്ക്കെല്ലാം തന്നെ ഇതേ രീതിയിൽ കസ്റ്റംസ് തീരുവ കുറഞ്ഞിട്ടുണ്ട്. അതും ഈ ഒരു വിലക്കുറവിന് കാരണമാകും. മറ്റൊന്ന്, ക്യാൻസർ പോലുള്ള ക്രോണിക് ഇൽനെസ് മെഡിസിൻസ് എന്നാണ് പറയുന്നത്, മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകളടക്കം 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില വലിയ രീതിയിൽ തന്നെ കുറയും. ഇവയുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അവയെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിഥിയം ബാറ്ററികൾ, കൊബാൾട്ട് ബാറ്ററികൾ, കൊബാൾട്ട് ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ ഒരു ഇലക്ട്രോണിക് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഒരു കാറ്റലിസ്റ്റായി അല്ലെങ്കിൽ ഒരു ഉൽപ്രേരകമായി വർത്തിക്കും. മറ്റൊന്ന്, ആണവോർജ്ജത്തിനും നിർമ്മിത ബുദ്ധിക്കും നൽകിയിട്ടുള്ള പരിഗണനയാണ്. ഊർജ്ജ മേഖലയിൽ ഊന്നിക്കൊണ്ട്, പവർ സെക്ടർ അല്ലെങ്കിൽ ഊർജ്ജ മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് ഈ 6 മേഖലകളിൽ പരിഷ്കാരങ്ങൾ വരുത്തുകയും വലിയ വളർച്ച വരുത്തുകയും എന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് ഈ ഊർജ്ജ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആണവോർജ്ജം അടക്കമുള്ള ഊർജ്ജ മേഖലയിലും, പിന്നൊന്ന് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ തന്നെ ഒരു ആക്കം ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. 500 കോടി വകയിരുത്തിക്കൊണ്ടാണ് ബജറ്റിൽ പ്രഖ്യാപനം. അതിൽ തന്നെ 100 കോടി വകയിരുത്തിക്കൊണ്ട് AIക്ക് വേണ്ടി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ഇത്തരത്തിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 5ഓളം മികവിൻ്റെ കേന്ദ്രങ്ങൾ രാജ്യത്ത് ഉടനീളമായി സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. IIT-കളിൽ അടക്കം നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഗവേഷണത്തിനും കോഴ്സുകൾക്കും വേണ്ടി പ്രത്യേകമായി തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം AI-യിൽ ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും ഒരു വളർച്ചയുടെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ പർപ്പസസ് ആൻഡ് റിസർച്ച്, അതായത് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഗവേഷണത്തിനുമായി 500 കോടി രൂപ പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ തന്നെ 100 കോടി ചെലവിൽ ആണ് 5 മികവിൻ്റെ കേന്ദ്രങ്ങൾ പല സംസ്ഥാനങ്ങളിലായി AIക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. അത്തരത്തിൽ കൂടുതൽ ശാസ്ത്രത്തിൻ്റെ മേഖലകളിൽ തന്നെ കൂടുതൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് കൂടി ഇടം നൽകിയിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ബജറ്റിൽ.